കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി വന്നത്. കരുവാറ്റയിലെ 65-കാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയ കുറ്റകൃത്യമാണ് ഇത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ പിടിയിലായ 4 പേരും 18 വയസ്സിന് താഴെയുള്ളവരാണ്. എന്താണ് ഒരു 13 വയസ്സുകാരിയെയും കൂട്ടുകാരെയും ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്? സിനിമകളും സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങളും വില്ലനാകുന്നുണ്ടോ? അതോ കൂട്ടുകാരുടെയും പ്രണയബന്ധങ്ങളുടെയും സ്വാധീനമാണോ? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കൊടും കുറ്റകൃത്യങ്ങളിലേക്ക് എത്തുമ്പോൾ കുറ്റം ചെയ്തുവെന്ന ചോദ്യത്തിനൊപ്പം എവിടെയാണ് നമ്മൾക്ക് ഈ കുട്ടികളെ നഷ്ടപ്പെട്ടത് എന്ന ചോദ്യവും ചോദിക്കേണ്ടതുണ്ട്. സിനിമയും ജീവിത സാഹചര്യങ്ങളും വില്ലനാണോ, അതോ അതിനേക്കാൾ ആഴത്തിലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുകൂടി നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവന്നത് ഇന്ന്. 13-കാരിയായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. പെൺകുട്ടി ശിവൻകുട്ടിയെ കൊല്ലാൻ മുൻപും പദ്ധതിയിട്ടിരുന്നു. കടുത്ത വൈരാഗ്യമാണ് പെൺകുട്ടിക്ക് ഇയാളോട് ഉണ്ടായിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ശിവൻകുട്ടിക്കും ഭാര്യയ്ക്കും ഒപ്പമാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. കുട്ടിയുടെ അമ്മയും രണ്ടാനച്ഛനും വിദേശത്താണ്. ഗർഭിണിയായതിനെ തുടർന്ന് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് അൻപ നാട്ടിലെത്തിയത്. കൊല്ലപ്പെട്ടയാൾ തന്നെ ബാഡ് ടച്ച് ചെയ്തെന്ന് പെൺകുട്ടി നേരത്തെ സ്നേഹിക്കുന്ന കുട്ടിയോട് പറഞ്ഞിരുന്നു. ഇതിന് പ്രതികാരമായി 65-കാരനെ കൊല്ലണമെന്നും പെൺകുട്ടി കാമുകനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബാഡ് ടച്ച് ചെയ്ത സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല എന്നും പെൺകുട്ടിയുടെ മൊഴികളെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ് എന്നുമാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയത്. ആൺ സുഹൃത്തിനോട് ശിവൻകുട്ടിയെ ആദ്യം കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞെങ്കിലും ഈ കുട്ടി വിസമ്മതിക്കുകയായിരുന്നു. ഇതോടെ കൊന്നില്ലെങ്കിൽ താൻ കൊല്ലുമെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു. ഇരുവരുടെയും വാട്സപ്പ് ചാറ്റ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണമൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പെൺകുട്ടിയുടെ ലഹരി ഉപയോഗവും ആൺ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തെയും ശിവൻകുട്ടി ചോദ്യം ചെയ്തിരുന്നു. വൈകി വീട്ടിലെത്തുന്നതിന് നിരന്തരം വഴക്ക് പറഞ്ഞത് പകയായി മാറുകയായിരുന്നു. ഇതോടെയാണ് കൊലപ്പെടുത്താനുള്ള പ്ലാൻ പെൺകുട്ടി തയ്യാറാക്കിയത്. വീഡിയോ കോളിൽ കൊലപാതകം കാണണമെന്നാവശ്യപ്പെട്ടതും ഈ പക മൂലമാണ് എന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യൽ വേളയിൽ ഒരിക്കൽ പോലും 4 കുട്ടികളും കുറ്റബോധം പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. കൃത്യം നടത്താൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രതികൾ എത്തിയത് ലാസലഹരി ഉപയോഗിച്ച ശേഷമാണെന്നും വിവരമുണ്ട്. പെൺകുട്ടിക്കും ആൺ സുഹൃത്തുക്കൾ പലപ്പോഴും ലഹരി കൈമാറിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. 67 വയസ്സുള്ള ശിവൻകുട്ടിയുടെ മൃതദേഹം വിവസ്ത്രനായ നിലയിലാണ് കണ്ടെത്തിയത്. കൈകളും കാലുകളും ബന്ധിപ്പിച്ച നിലയിലായിരുന്നു. വീടിനുള്ളിലാകെ മുളകുപൊടി വിതറിയിരുന്നു. വീട്ടിൽ നിന്നും 6 പവൻ സ്വർണമാണ് മോഷണം പോയത്. പെൺകുട്ടിക്ക് ഐഫോൺ വാങ്ങാനും കൂട്ടുപ്രതികളായ പറവൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് ബൈക്ക് വാങ്ങുന്നതിനുമാണ് വീട്ടിൽ നിന്ന് സ്വർണം കവർന്നതെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. ബന്ധുവീട്ടിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരീക്ഷയുണ്ടെന്ന പേരിൽ അവിടെ നിന്നിറങ്ങിയാണ് വീട്ടിലെത്തി ആദ്യം മൃതദേഹം കണ്ടെന്ന് അറിയിച്ചത്. വീട് തുറക്കാൻ കഴിയുന്നില്ല, അകത്തുനിന്നും പൂട്ടിയിരിക്കുകയാണെന്നായിരുന്നു പെൺകുട്ടി പറഞ്ഞത്. വയോധികൻ മരിച്ചു കിടക്കുന്നത് നേരിട്ട് കണ്ടിട്ടും കുട്ടിക്ക് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി സംശയിക്കപ്പെട്ടിരുന്നില്ല. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നായിരുന്നു പെൺകുട്ടി കരുതിയിരുന്നത്. ആ ആത്മവിശ്വാസത്തിലായിരുന്നു പെൺകുട്ടി അവിടെ ആ മരണവിവരം പുറത്തു വരുമ്പോഴും പോലീസ് എത്തുമ്പോഴും ഒക്കെ പെരുമാറിയിരുന്നത്. തുടർന്ന് പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോകണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടു. ഇതോടെ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ മറ്റുള്ളവർക്ക് സംശയം തോന്നി. പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ സംഭവമൊക്കെ പുറത്തായത്. ചോദ്യം ചെയ്യലിൽ ആദ്യം ഭാവവ്യത്യാസങ്ങളൊന്നും പെൺകുട്ടിക്കുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ പെൺകുട്ടി പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായി. കുടുംബത്തെ പറ്റിയുള്ള പരാമർശങ്ങളിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 13-കാരി സംസാരിച്ചത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെങ്കിലും കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പെൺകുട്ടി പൊട്ടിക്കരയുകയായിരുന്നു. കുടുംബത്തിലെ സാഹചര്യങ്ങളും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത്. മരിച്ച ശിവൻകുട്ടിയുടെ മകൾ ശ്രീകല 2 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. പ്രതിയായ പെൺകുട്ടി ആദ്യ വിവാഹത്തിലെ മകളാണ്.
വിവാഹമോചനം നേടിയ ശ്രീകല പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിക്കുകയായിരുന്നു. ഇപ്പോൾ അയാൾ ഗൾഫിലാണുള്ളത്. ഇവരെല്ലാം കൊല്ലത്തായിരുന്നു താമസിച്ചിരുന്നത്. 2 വർഷം മുൻപാണ് കരുവാറ്റയിലെ വാടക വീട്ടിലേക്ക് ഇവർ മാറിയത്. ശ്രീകലയ്ക്കായി പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുകയായിരുന്നു. ഇതിനടുത്തായിരുന്നു ഈ കൊലപാതകം നടന്ന വാടക വീട് ഉള്ളത്. പിടിയിലായ കൗമാര സംഘത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വയോധികനെ കൊലപ്പെടുത്താൻ പ്രതികൾ ആദ്യം പദ്ധതിയിട്ടത് ഒരു തമിഴ് ചലച്ചിത്രത്തിലെ ക്രൂരമായ രംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്നതാണ് പിടിയിലായ +1 വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയത്. 2017 AR മുരുകദോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന സിനിമ കണ്ടാണ് ഇത്തരമൊരാശയം മനസ്സിലുദിച്ചതെന്നാണ് ഇവരുടെ മൊഴി. മറ്റുള്ളവരുടെ വേദനാജനകമായ മരണവും ബന്ധുക്കളുടെ കരച്ചിലും കണ്ട് രസിക്കുന്ന സുഡലൈ എന്ന ക്രൂരനായ വില്ലൻ കഥാപാത്രത്തിന്റെ സൈക്കോ മനോഭാവവും കൊലപാതക രീതികളുമാണ് തങ്ങളെ സ്വാധീനിച്ചതെന്ന് പ്രതികൾ മൊഴി നൽകി. സിനിമയുടെ അവസാന ഭാഗത്ത് നഗരത്തിന് മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ട് ആളുകളെ കൊലപ്പെടുത്താൻ വില്ലൻ ശ്രമിക്കുന്നൊരു രംഗമുണ്ട്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കരുവാറ്റയിലും തലയിലേക്ക് മുകളിൽ നിന്ന് വലിയ പാറക്കല്ലിട്ട് പൊടുന്നനെ മരണമുറപ്പാക്കാൻ പ്രതികൾ ആസൂത്രണം നടത്തിയത്. എന്നാൽ വീടിന് മച്ചുള്ളതുകൊണ്ട് ഇത് നടക്കാതെ പോയി. 16 മുതൽ 18 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള കുട്ടികൾ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരെ മുതിർന്നവരായി കണ്ട് വിചാരണ നടത്താൻ പോലീസിന് വേണമെങ്കിൽ ആവശ്യപ്പെടാം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുട്ടികളുടെ മാനസിക നില പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കരുവാറ്റ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതികളായ 3 പേരെ മുതിർന്നവരായി പരിഗണിക്കണമെന്ന് കാട്ടി റിപ്പോർട്ട് നൽകാനാണ് പോലീസിന്റെ നീക്കം. ഇന്നലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കിയ 4 പ്രതികളെയും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുകയാണിപ്പോൾ. ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് അപേക്ഷ നൽകും എന്ന വിവരങ്ങളാണ് ഉള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും എന്ന വിവരങ്ങളാണ് ഉള്ളത്. അപ്പോൾ വലിയ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇപ്പോൾ നമുക്കൊപ്പം മാനസിക രോഗ വിദഗ്ധൻ ശ്രീ മോഹൻ റോയ് തത്സമയം ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം. ഈ ഒരു സംഭവം നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കുന്നതാണ്. ഒപ്പം ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും ഉയർത്തുന്ന ഒന്നുകൂടിയാണ്. കുട്ടികളിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ മുതൽ തന്നെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ കരുവാറ്റയിൽ ഉണ്ടായിരിക്കുന്നത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് തങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.